അല്ല അത് ഞാനതുകൊണ്ട് അതിനെപ്പറ്റി അതിപ്പോൾ അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ ആ അന്വേഷണ റിപ്പോർട്ടിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയാലല്ലേ നമുക്ക് ആ മനസ്സിലാക്കിയതിന് ശേഷം ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം കൂടി പുറത്തു വരട്ടെ. അപ്പം നമുക്ക് പറയുന്നതാണ് ഉചിതം. ഇവിടുത്തെ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ അലങ്കോലപ്പെടുത്തിയതിൻ്റെ പിന്നിൽ ഇപ്പോഴും അവർ ഇവിടുത്തെ BJP RSS നേതാക്കന്മാർ പ്രചരിപ്പിക്കുന്നത് അത് അലങ്കോലപ്പെടുത്തിയത് VS സുനിൽകുമാറും അദ്ദേഹത്തിൻ്റെ വിജയത്തിന് വേണ്ടി ചെയ്ത കാര്യം എന്നാണ് പറയുന്നത്. ആരുടെ വിജയത്തിന് വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്? ഒരു കാര്യം നിങ്ങൾ സമ്മതിക്കുന്നുണ്ടല്ലോ, ഇത് BJPയുടെ വിജയത്തിന് വേണ്ടിയിട്ടാണ് പൂരം അലങ്കോലപ്പെടുത്തിയെന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ആ പൂരം അലങ്കോലപ്പെടുത്തിയതിൻ്റെ പിന്നിൽ എന്തായാലും ഒരു കക്ഷി നമുക്കിപ്പോൾ വളരെ ക്ലിയറാണ്. രണ്ടാമത്തെ കക്ഷി എന്താണെന്നുള്ള അന്വേഷിച്ച് വരട്ടെ, അപ്പോൾ നമുക്ക് പറയാം. നിങ്ങളും അന്വേഷിക്കുക. നിങ്ങൾ വെറുതെ വാർത്തകൾ പറഞ്ഞു എന്നുള്ള പറഞ്ഞാൽ മാത്രം എനിക്ക് പ്രതികരിക്കാൻ പറ്റില്ല. നിങ്ങൾ കൃത്യമായ വസ്തുതകളും അതിൻ്റെ രേഖകളും പുറത്തു വരട്ടെ. ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തനം എന്ന നിലയിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഊനം തട്ടുന്ന ഒന്നും ഇവിടെ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അങ്ങനെ ഇടതുപക്ഷ പ്രസ്ഥാനത്ത് ഇതിൻ്റെ ഒരു പേരിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ 3,37,000 വോട്ട് എനിക്ക് കിട്ടിയത് ഈ തൃശ്ശൂർ ജില്ലയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് CPIയുടെയും CPMൻ്റെയും സാധാരണ പാവപ്പെട്ട സഹാക്കൾ രക്തവും വിയർപ്പും ഒഴുക്കി കിട്ടിയ വോട്ടാണ്. ആ വോട്ടിന് വില മതിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ജനങ്ങൾ എനിക്ക് നൽകിയ വോട്ടാണ്. ഞാൻ തോറ്റോ ജയിച്ചോ എന്നുള്ള വിഷയമല്ല. പക്ഷേ ഇവിടെ ഒരു പരാജയം ഉണ്ടാകുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പങ്കുവച്ചിരിക്കുന്നത് തൃശ്ശൂർ പൂരത്തിലുണ്ടായിരിക്കുന്ന അലങ്കോലപ്പെടുത്തലാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിലൊരു കക്ഷി ഇപ്പോൾ വളരെ വ്യക്തമായി തന്നെ കൂടുതൽ തെളിഞ്ഞു വരികയാണ്. മറ്റേ കക്ഷിയെ പറ്റിയല്ല ഞാൻ പറയുന്നു. മറ്റേ കക്ഷി ഇതിൽ പങ്കെടുത്ത എല്ലാവരും വരണമല്ലോ. ഇത് ഒരു കക്ഷി മാത്രമല്ല ഇതിനകത്തുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഗുണഭോക്താക്കൾ ആരാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന സാഹചര്യത്തിൽ ഇനിയെങ്കിലും എന്നെപ്പോലെയുള്ള ആളുകൾ ഇലക്ഷൻ മത്സരിച്ചൊരു ഞാൻ മത്സരിച്ചൊരു ഇലക്ഷൻ എന്ന നിലയിൽ ഞാൻ ഒരുപാട് പഴി കേട്ടു. നിങ്ങൾ മീഡിയകളടക്കമുള്ള ആളുകൾ അന്ന് എടുത്ത സമീപനം എന്തായിരുന്നു? ആ തെരഞ്ഞെടുപ്പിലെ പൂരം കലക്കുന്നതിൽ നമ്മളെയൊക്കെ നിഴൽ നിർത്തുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ മീഡിയകളടക്കം നടത്തിയിട്ടുണ്ട് അന്ന് കാലത്ത്. ഞാനത് അനുഭവിച്ച ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എനിക്കിത് ആത്മാർത്ഥതയുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഇതിന് സത്യം പുറത്തു വരണം എന്നുള്ളതാണ്. രാഷ്ട്രീയത്തെപ്പറ്റി ഞാനിപ്പോൾ സംസാരിക്കില്ല. ജയ്സൺ, ഞാൻ പറയട്ടെ, ഇനി നിങ്ങൾ എന്നോട് കൂടി ചോദിക്കണ്ട. അല്ല, ഞാനിപ്പോൾ ഞാൻ നിങ്ങൾ എന്നോട് എന്ത് ചോദ്യം ചോദിച്ചാലും ഞാൻ അതിന് രാഷ്ട്രീയമായ ഒരു മറുപടി ഇപ്പോൾ പറയില്ല. ഞാനിപ്പോൾ പറഞ്ഞിടത്തോളം കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതാണ് ഉചിതം. ഇല്ല, ഞാൻ ഇന്ന് രാവിലെയും മുഖ്യമന്ത്രി ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ എനിക്ക് ഉടനെ തന്നെ അതിന് മറുപടി കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് രാവിലെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. 3 ദിവസം ഒരു വലിയ ദിവസമല്ല. ആ 3 ദിവസം എന്താണെന്ന് അറിയട്ടെ, അറിഞ്ഞതിന് ശേഷം നമുക്ക് പറയാം. അല്ല, നിങ്ങൾക്കൊരു വിവരാവകാശം വെച്ച് ചോദിക്കാമല്ലോ, അപ്പോൾ നിങ്ങൾക്ക് കിട്ടുമല്ലോ. അല്ല, അതിന് മുമ്പ് ഞാൻ മേടിച്ചു തരാം, നിങ്ങൾ പേടിക്കണ്ട, അത് വരട്ടെ വരാം. അല്ല, നിങ്ങളൊരു പിന്നെ ഒരു എന്താ പറയുക സംഭവിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ കർത്തരി കർമ്മണി പ്രയോഗം എന്ന് പറയുന്ന സംസ്കൃതത്തിലെ കർത്തരി കർമ്മണി പ്രയോഗമുണ്ട്. ആ പ്രയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വാർത്താ സമ്മേളനത്തിൽ മറുപടി പറയാൻ പറ്റില്ല ഉത്തരവാദിത്തമുള്ള ഒരാളെന്ന നിലയിൽ. അപ്പോൾ ഒരു കർത്തരി കർമ്മണി പ്രയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ എനിക്കതിന് മറുപടി പറയാൻ പറ്റില്ല. എനിക്ക് മറുപടി ഒന്നും ഇല്ലാത്തതുകൊണ്ടല്ല, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഒരു സംഘടനാ സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട് ഏതൊക്കെ വിഷയങ്ങൾ എവിടെയൊക്കെ അഭിപ്രായം പറയാം, എവിടെ വരെ അഭിപ്രായം പറയാം എന്നതിനെ പറ്റിയൊക്കെ വ്യക്തമായ ധാരണ നിങ്ങൾക്കുണ്ട്, എനിക്കുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള മറുപടിയാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, വാർത്ത ശരിയാണെങ്കിൽ, വാർത്ത വസ്തുതാപരമാണെങ്കിൽ അത് വളരെ അതീവ ഗൗരവമുള്ള കാര്യമാണെന്ന് ഞാനിപ്പോൾ പറയുന്നു.